Dear students, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത പോലെ now I wish to discuss a beam ABC is loaded as shown in figure. Plot the bending moment and shear force diagram and determine the value of maximum positive and maximum negative bending moment and locate the points of contraflexion. അല്ലേ ആണ് ക്വസ്റ്റ്യൻ അല്ലേ? Question: A beam ABC is loaded as shown in figure. Plot the bending moment and shear force diagram and determine the value of maximum positive and negative bending moment and locate the points of contraflexion. ഈ സെയിം കാര്യത്തിൻ്റെ കേസിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് പോയിന്റ് ലോഡ് വരുന്ന മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തായിരുന്നു, അതിൻ്റെ പ്രോബ്ലം ചെയ്തായിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഇതിനകത്ത് രണ്ട് സ്പാൻ ഉണ്ട്, ഒരു എൽ ഇത് ഒരു എൽ ഇത്. എ ബി സി യു ഡി എല്ലാണ്. യു ഡി എല്ലിൽ ലോഡ് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇതാണ് ഇതിൻ്റെ ഇതൊന്നും ഇപ്പോൾ വരയ്ക്കണ്ട, ലാസ്റ്റാണ് വരയ്ക്കേണ്ടി. ഈ സംഭവമാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞത്. ഇതെൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ്, ഇതെൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് ആദ്യത്തെ. അപ്പോൾ the beam is shown the loading in figure applying theorem of three moments to span AB and BC and noting that MA equal to MC equal to 0. അല്ലേ? നമ്മളെ ഒരു ഫേമസ് ഇക്വേഷൻ ഉണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. ഈ ഒരു മൊഡ്യൂളിൽ, ഈ നാലാമത്തെ മൊഡ്യൂളിൽ ആകെ 4 പ്രോബ്ലം ഉള്ളൂ. 4 പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 ഡെറിവേഷനും 2 അതിൻ്റെ പ്രോബ്ലം, ഓരോ പ്രോബ്ലം ഈച്ച്. അപ്പോൾ അതിലൊരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ആ ഇക്വേഷൻ, 3 മൊമെൻറ്റ് ഇക്വേഷൻ. എം എ ഇൻറ്റു എൽ പ്ലസ് 2MB L1 പ്ലസ് L2 പ്ലസ് MC ഇൻറ്റു എൽ പ്ലസ് 6/L A1 X1 ബാർ പ്ലസ് X6/L A2 X2 ബാർ ഈസ് ഈക്വൽ ടു 0. അതാണ് 3 മൊമെൻറ്റ് ഇക്വേഷൻ. ഇതാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ദ ബീം ഈസ് ഷോൺ വിത്ത് ദി ലോഡിംഗ് ഇൻ ഫിഗർ 7.5 applying the theorem of 3 moments to span AB and BC and noting that MA equal to MC equal to 0, we get the free bending moment diagram for each span is a parabola with ordinate equal to WL square by 8. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ അതിൻ്റെ കേസിൽ ഫ്രീ ആയിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സിംപ്ലി സപ്പോർട്ടോട് യു ഡി എൽ വരികയാണെങ്കിൽ അത് സെപ്പറേറ്റ് പീസ് ആണെങ്കിൽ ഉള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ ഇത് WL square by 8 ആണ്. അതല്ല ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്, അത് ഈ പിക്ചറിൽ കൊടുത്തിട്ടില്ല. അതിൽ വേറെ ഇതിൻ്റെ നെഗറ്റീവ് ലോഡ് ഉണ്ടാകുമ്പോഴുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടിന്യൂസ് സപ്പോർട്ടായിരിക്കുമ്പോൾ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോഴുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. അതിൻ്റെ ഇക്വേഷൻ WL square by 8. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഏരിയ കാണുകയാണ്, ഇതിൻ്റെ സെപ്പറേറ്റ് ഇങ്ങനെയുള്ള കിടക്കുന്നത് ഒരു 3 സപ്പോർട്ട് വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയയും കാണുകയാണ്. A1 is equal to A2 കാരണം സിമെട്രിക്കലാണ്. 2/3L WL square by 8. അത് അങ്ങനെ ഇക്വേഷനാണ്. ഇത് ആ ഷേപ്പ് ആയതുകൊണ്ട് BH 2/3 BH എന്നുള്ള അങ്ങനെ കൊടുക്കുമ്പോൾ 2/3 അങ്ങനെ കൊടുക്കുമ്പോൾ 2/3 L ബേസ് L WL square by 8 പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ വരുന്ന ഹൈറ്റ്, അതാണ് നമ്മൾ ഇത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഏരിയ നമുക്ക് WL square by 12 WL cube by 12 എന്ന് കിട്ടും. L3/12 എന്ന് കിട്ടും. X1 X2 L/2 സെൻട്രോയിഡ് L/2 രണ്ട് സൈഡിൽ നിന്നും L/2 ആണ്. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. MA നമ്മൾ ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്യുകയാണ്. MA ഈക്വൽ ടു MC ഈക്വൽ ടു 0 കാരണം ഈ N മൊമെൻറ്റ്സ് ആണ്. N മൊമെൻറ്റ്സ് 0 ആണ്. MA MC 0 ആണ് അല്ലേ? MA MC 0 ആണ് അല്ലേ? N മൊമെൻറ്റ്സ് ആയിട്ട്.
ഇനി അപ്പോൾ ഇവിടെ എമ്മേൻ്റെ ഭാഗം വരുന്ന ഇത് 0 പ്ലസ് 2mb എൽ പ്ലസ് 0 അല്ലേ, MC 0 ആണ്. പിന്നെ 6/L A1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, WL³ 12, പിന്നെ L/2 ആണ് x. അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് MB is equal to 4MBL is equal to minus WL³/2 എന്ന് കിട്ടും. അപ്പോൾ MB is equal to minus WL²/8. എന്താണ് MB? ഇവിടുത്തെ മൊമെൻ്റ് ആണ് MB. അതാണ് MB, മൈനസ് ആണ്, അതുകൊണ്ട് മോൾക്ക് വരയ്ക്കുക, ഹോഗിങ് ആണ്. ബെൻഡിങ് ഡയഗ്രം ഈസ് ഷോൺ ഇൻ ഫിഗർ 7.5 to find reaction take moments about B for span AB. ഇനി നമ്മൾ റിയാക്ഷൻ കാണാൻ വേണ്ടി RA RC RB കാണാൻ വേണ്ടി ടേക്ക് മൊമെൻ്റ് അബൌട്ട് B എടുക്കുകയാണ് നമ്മൾ കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ RA × L മൈനസ് WL²/2 എന്ന് പറഞ്ഞാൽ അത് ആ UDLൻ്റെതാണ്. മൈനസ് WL²/2 മൈനസ് WL²/2 അതായത് UDLൻ്റെ പ്ലസ് WL²/8 നമ്മളെ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ്, പ്ലസ് WL²/8 എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് RA 3/8 WL കിട്ടും. അതുപോലെ സിമ്മട്രി ആയതുകൊണ്ട് RC 3/8 WL കിട്ടും. എന്നിട്ട് നമ്മൾ RB കാണാൻ വേണ്ടി RB is equal to W × 2L അല്ലേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വരും നമുക്ക്, ഈ ഒരു W × 2L, കാരണം ഇതൊരു L ഇതൊരു L. അപ്പോൾ ടോട്ടൽ ലോഡ് W × 2L. അതിന് നമുക്ക് RA പ്ലസ് RC കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് RBൻ്റെ ലോഡ് കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. RB is equal to W × 2L മൈനസ് RA പ്ലസ് RC. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. W × 2L ആണ് ഫുൾ ലോഡ്, കാരണം ആ UDL അല്ലേ, UDLൽ W ആണ് ലോഡ്, പിന്നെ 2L ആണ് ലെങ്ത്ത്. ഇവിടെ ഇതൊരു L ഇതൊരു L, അപ്പോൾ 2L ആണ് ലെങ്ത്ത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ W × 2L മൈനസ് RA പ്ലസ് RC ചെയ്യുമ്പോൾ നമുക്ക് 2WL മൈനസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ RA RC നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിലിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5/4 അല്ലേ, 5/4 WL എന്ന് കിട്ടും. ഓക്കെ. പിന്നെ നമ്മൾ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈസ് ഷോൺ ഇൻ ഫിഗർ 7.5. ഷിയർ ഫോഴ്സ് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ടു ഫൈൻഡ് ദ പൊസിഷൻ വെയർ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഒക്കേഴ്സ് ഇക്വേറ്റ് ഷിയർ ഫോഴ്സ് ഇൻ സ്പാൻ AB to 0. മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഒക്കേഴ്സ് ചെയ്യണം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇനിയാണ് നമ്മൾ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ആണ്, ആ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ആണ്. അത് AB എവിടെ ഒക്കെ ചെയ്യണമെന്ന് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എഫക്ട്സ് അതിൻ്റെ ഷിയർ ഫോഴ്സ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. ഒരൊറ്റ സ്പാനുള്ള, അതായത് ഒരൊറ്റ സ്പാൻ പറഞ്ഞാൽ ഈ ഒരു സ്പാനിലുള്ള സംഭവം നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എഫക്ട്സ് RA എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരുന്ന ആ റിയാക്ഷൻ മൈനസ് WX അല്ലേ, താഴേക്ക് RA എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഈ റിയാക്ഷൻ, താഴേക്ക് മൈനസ് WX വരും ഇക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ RA എന്ന് പറഞ്ഞാൽ നമ്മൾ 3/8 WL എന്ന് കണ്ടുപിടിച്ചു, മൈനസ് WX. അങ്ങനെ വരുമ്പോൾ X എന്ന് പറഞ്ഞാൽ നമുക്ക് 3/8, ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും 3/8 WL മൈനസ് WX എന്ന് വരും. ഇതിൻ്റെ ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എങ്ങനെ വരും. അപ്പോൾ ഈ W ക്യാൻസലായി പോകും. അങ്ങനെ വരുമ്പോൾ ഈ X is equal to 3/8 L എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് X കിട്ടിയില്ലേ, മാക്സിമം അവിടെയാണ് മാക്സിമം. ടു ഫൈൻഡ് പൊസിഷൻ വേർ മാക്സിമം പൊസിഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് 3/8 L മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഒക്കർ ചെയ്യുന്നത്.
ഇനി നമ്മൾ അത് ആർ ബി നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് 5/4 WL എന്നല്ല കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ പകുതിയാക്കിയിട്ട് ഇത് പകുതി 3/8 WL താഴേക്കും ഇപ്പോൾ കിട്ടിയ, പിന്നെ 5/8 ഇത് മുകളിലേക്കും 5/8 WL താഴേക്കും വരച്ചിട്ട് ഇങ്ങനെ ഒരു സിഗ്സാഗ് ആക്കിയിട്ട് ഇതിൻ്റെ SFT വരയ്ക്കുക. ഇനി മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാനും വേണ്ടി 6x മൈനസ് WX²/2 എന്നുള്ള അതിൻ്റെ മൊമെൻറ്റ് കാണുക ആ ഒരു സ്പാനിലുള്ള അല്ലേ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 3/8 W ആണ്, X എന്ന് പറഞ്ഞാൽ L ആണ് അല്ലേ. 6x എന്ന് പറഞ്ഞാൽ 3/8 W L ആണ്. മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ വേണ്ടി 6x മൈനസ് WX²/2 അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 3/8 WL ആണ് അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 3/8 WL ആണ്. X എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 3/8 L ആണ്. X എന്ന് പറഞ്ഞാൽ 3/8 L ആണ്. ഫസ്റ്റ് ലൈൻ നോക്കുക, ഞാൻ പറയുന്നത് അവിടെയാണ്. 3/8 L ആണ് മൈനസ് W/2. X² എന്ന് പറഞ്ഞാൽ 3/8 L² ആണ് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ വേണ്ടിയാണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് 6x മൈനസ് ആ ഒരു ചെറിയ സ്പാനിലെ AB ആദ്യത്തെ കഷ്ണം 2 കഷ്ണമാക്കിയല്ലേ കിടക്കുന്നത്. ഒന്ന് AB-യിലുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇതിങ്ങനെ കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ 9/64 WL² മൈനസ് 9/128 WL²/WL². അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9/128 WL² എന്ന് കിട്ടും. ആൻസർ എവിടെ കണ്ടോ, അത്രയും. അതാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ മുകളിലത്തെ 2 3 അവിടെ 9 ആവും. 8 × 8 64 ആവും. ഇപ്പുറത്ത് 8² 64 ആൾറെഡി അല്ല 64 ഓൾറെഡി താഴെ ഉണ്ട്. × 2 128 ആവും. മുകളിൽ 9 ആവും. അങ്ങനെ അത് സോൾവ് ചെയ്യുമ്പോൾ 9/128 എന്ന് കിട്ടും. മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് MB = മൈനസ് WL²/8. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഫ്രീ BMD. അത് നമുക്ക് ഓൾറെഡി അറിയാം. പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാൻ AB-ൻ്റെ മിഡ് സ്പാനിൽ ആണ് WL²/8 മൈനസ് 128 WL²/8. പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാൻ വേണ്ടി WL²/8 അത് നമ്മൾ മാക്സിമം നമ്മളെ ഫ്രീ BMD ഇത് നമ്മുടെ ഈ സംഭവം നമ്മുടെ MB-യിലുള്ള ഇത് നമ്മൾ ആദ്യം മുമ്പ് കണ്ടുപിടിച്ച് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ MB-യിലുള്ള MB-യിലുള്ള മൈനസ് WL²/8 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണത് മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് MB-യിലുള്ളതാണത്. അത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാൻ ഓഫ് AB. ഇനിയിപ്പോൾ പറയുന്നത് മിഡ് സ്പാൻ ഓഫ് AB ആണ്. ഇങ്ങനെ കിടക്കുന്നില്ല, ഇങ്ങനെ കിടക്കുന്നത് ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണുന്നത്. മിഡ് സ്പാൻ ഓഫ് AB WL²/8 മൈനസ് ½ × WL²/8. 2
പകുതി കുറച്ച് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടാൻ പകുതി കുറച്ച് നമ്മൾ ഹാഫ് കുറച്ചു. എ ബി പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാൻ ഓഫ് എ ബി കിട്ടാനും വേണ്ടി ഫുള്ള് ലെങ്ത്തിൻ്റെ എം ബിയിലുള്ളതിന് നമ്മൾ പകുതി കുറച്ചു. അതാണ് ചെയ്ത്. അപ്പോൾ നമുക്ക് WL²/8. അപ്പോൾ എ ബിയിലും ബി സിയിലും അത് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഈ വരുന്ന ഈ ഭാഗങ്ങൾ WL²/16 ആയിരിക്കും. ഓക്കെ, ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റിൽ നിന്ന് പകുതി കുറച്ചു. അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് WL²/16 എന്ന് കിട്ടും. WL²/16 എന്ന് കിട്ടും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോർ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഈച്ച് സ്പാൻ. 2 സ്പാൻ ഉണ്ടല്ലോ, ആ 2 സ്പാനിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ MX എന്ന് പറഞ്ഞാൽ RA×X - WS²/2. RA×X പറഞ്ഞാൽ റിയാക്ഷൻ, അടിയിൽ നിന്ന് വരുന്ന റിയാക്ഷൻ ഇൻറ്റു എക്സ് മൈനസ് WX²/2 എന്ന് പറഞ്ഞാൽ W എന്ന് പറഞ്ഞാൽ നമ്മുടെ UDL, X²/2 എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് ലോഡാക്കി മാറ്റാനുള്ള ഇതായതുകൊണ്ടാണ് WX²/2. അപ്പോൾ RA എന്ന് പറഞ്ഞാൽ 3/8 WL ആണ് ഇൻറ്റു എക്സ് മൈനസ് WX²/2. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ W ക്യാൻസലായി പോകും, 3/8 L എന്ന് വരും, എക്സും ക്യാൻസലായി പോകും, ഇപ്പുറത്ത് X/2 എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 3/4 L എന്ന് കിട്ടും. അതാണ് നമ്മളെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനുള്ള ലെങ്ത്. അത് എന്നും 3/4, ഇവിടുന്ന് സിന്നും 3/4 അല്ലേ. 2 points of contraflexion occurs at X is equal to 3/4 L from A and at 3/4 L from C. ഇനി ഇതിൻ്റെ ഈ ആൻസേഴ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. എന്താ വെച്ചാൽ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 9/128 WL² ആണ് അറ്റ് 3/8 L. എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, അറ്റ് 3/8 L മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് 3/8 L. എക്സ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചു. ഇതാണ് എക്സ്, നമ്മുടെ എക്സ് ഇവിടെ കണ്ടുപിടിച്ചു. രണ്ട് സൈഡിൽ നിന്നും 9/128 തന്നെയാണ് അല്ലേ. അറ്റ് 3/8 L മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് WL²/8. മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് ഇവിടെ ഇങ്ങനെ ഇവിടെ നടുവിൽ WL²/8 MB. at support WL² at support C. Point of at support C അല്ല, at support B ആണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ occurs point of contraflexion X equal to 3/4 L in AB from A and 3/4 L from C in BC. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും 3/4 L ഡിസ്റ്റൻസിൽ. ഇനി ഞാനിവിടെ ഒരു പ്രാവശ്യം പറയാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ വേണ്ടി RA×X - WS²/2 നമ്മൾ യൂസ് ചെയ്യുകയാണ്. RA എന്ന് പറഞ്ഞാൽ നമ്മൾ 3/4 WL നമുക്ക് അറിയാം, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് എക്സ് എന്ന് പറഞ്ഞാൽ 3/8 L ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ മൈനസ് നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് 9/128 WL² എന്ന് കിട്ടും. അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, MB - WL²/8. ഈ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് മിഡ് സ്പാൻ AB എന്ന് കാണാൻ വേണ്ടി WL²/8 അതെന്ന് പറഞ്ഞാൽ MBയിലുള്ള അതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ് WL²/8. ഇനി പോസിറ്റീവ് കിട്ടാനും വേണ്ടി അറ്റ് മിഡ് സ്പാനിൽ അതിൽ നിന്ന് നമ്മൾ -1/2
WL²/8 കുറക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ WL²/16 കിട്ടും. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടോ, ഇവിടെ പോസിറ്റീവ് ഇട്ട് വെച്ചിരിക്കുന്നത്, ഇവിടെ നെഗറ്റീവ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ഇവിടെ പോസിറ്റീവ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് WL²/16 കിട്ടും. ഇനി നമ്മൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫ്ലക്ഷൻ ഫോർ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫ്ലക്ഷൻ ഈച്ച് സ്പാൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ MX ഇക്വേറ്റ് ചെയ്യുന്നത്. ആ ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. എക്സ് അതിന് കണ്ടുപിടിക്കും. നമ്മൾ മാക്സിമം അത്രയും ഡിസ്റ്റൻസിലായിരിക്കും, 3/4 L ഡിസ്റ്റൻസിലായിരിക്കും ആ WL²/16 സംഭവിക്കുന്നത്. This is all about today's presentation. Thank you. Stay safe, please.